തെറ്റിതിരുത്താനുള്ള ഒരു തീരുമാനം CPM-ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ 8 നിലയിൽ പൊട്ടിയതിനു ശേഷവും ഞങ്ങൾ വികസനം നടത്തിയെന്ന് ശ്രീ നസീറിനെ പോലുള്ള ആൾക്കാർ ഇവിടെ പറയുകയും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഫേസ് ആയിട്ട് നിന്നിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് സഭയിൽ ഉണ്ടാവുകയും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു അംഗമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നമുക്കറിയാമല്ലോ 2016 വരെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനുശേഷമോ ആദ്യത്തെ പിണറായി സർക്കാർ വന്ന സമയത്ത് അദ്ദേഹം അല്ലല്ലോ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നത്. അദ്ദേഹം അവിടുത്തെ സാധാരണ ഒരു MLA ആയിട്ട് അവിടെ ഇരുന്നു. രമേശ് ചെന്നിത്തല ആ സമയത്ത് പ്രതിപക്ഷ നേതാവായി. അതേപോലെ പാർട്ടിയിൽ ഇനിയുള്ള അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ വരട്ടെ എന്ന് കരുതിയിട്ട് താൻ ഇതിനില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് അത് കൊടുക്കുകയും ഒരു ശൈലി മാറ്റമാണ് പാർട്ടിക്ക് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ആയിരുന്നല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ശൈലി ഇത്തവണ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ജനങ്ങൾ ഇത്തരം രീതിയിലത്തേക്ക് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അതിനെ നിരസിച്ചത്. അങ്ങനെ ജനങ്ങളുടെ നിരാശം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷമായിട്ട് ധർമ്മം നിറവേറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സഭയിൽ വന്നിരുന്നു കഴിഞ്ഞാലോ അതിന് എത്ര സ്വീകാര്യതയാ കിട്ടുക? അതാ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് LDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കോൺഗ്രസ് എതിർത്തിരുന്ന പല പദ്ധതികളും അന്വേഷിക്കപ്പെടും. ഒരു ചെറിയ ഉദാഹരണം പറയാം. എത്രത്തോളം കോടി, ഒരു ചുരുങ്ങിയത് ഒരു 65 കോടി രൂപയെങ്കിലും ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യമില്ലാതെ ഒരു വെള്ളാനയുടെ പേരിൽ സർക്കാർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇത്ര ബൃഹത്തായിട്ടുള്ള പദ്ധതി? അതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 65,000 കോടിയാണ്. അങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു അന്വേഷണം നടത്താനായിട്ട് ഈ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എങ്ങനെ അതിനെ ന്യായീകരിക്കും? എന്തായിരുന്നു അതിന്റെ വയബിലിറ്റി? ജനങ്ങളിൽ ആർക്കാണ് ആ വികസനത്തിനോട് താല്പര്യമുണ്ടായിരുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ വികസനം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 8 നിലയിൽ പൊട്ടിയ ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതി. ഇനി അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇനി ഉണ്ടാകണം എന്നുള്ളത് പുതുതായിട്ട് വന്നിരിക്കുന്ന സർക്കാരിന്റെ കൂടി താല്പര്യമായിരിക്കുമല്ലോ. കാരണം അതിനെ ഈ നിലവിൽ പോയിരുന്ന അന്വേഷണത്തിനെ ഉൾപ്പെടെ അവർ എതിർത്തിരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് അതിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം സമ്മർദ്ദത്തിലാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പഴയ ദേവസ്വം മന്ത്രിയും നിലവിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയും 8 നിലയിൽ പൊട്ടിയ ആ സഭയിൽ പോലും ഇല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും വരുമ്പോൾ ഇപ്പൊ തന്നെ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ തലതല്ലി പൊളിക്കുന്ന പദ്ധതി, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഈ ചർച്ച വരുന്ന സമയത്ത് CPM-ന് ഒരു വോയിസ് പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കൾ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളെയാണ്. വികസനം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്തു എന്ന്. അങ്ങനെയല്ല. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? നമ്മുടെ പബ്ലിക് എക്സ്ചക്കറിലുള്ള പണം അനാവശ്യമായിട്ട് ആരെങ്കിലും ധൂർത്തടിക്കുന്നുണ്ടോ? ഇവിടെ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാതെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? എല്ലാവരുടെയും താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതില്ല എന്നല്ലേ നമ്മൾ കണ്ടത്. അത് ജാതി മത സാമുദായിക വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർക്ക് ജനാധിപത്യവും ഭരണഘടനാപരവുമായിട്ട് സമാധാനമായിട്ട് പ്രതിഷേധിക്കാനുള്ള നമ്മുടെ മൗലികാവകാശം, ഈ അവകാശത്തിനെ പോലും റദ്ദ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ ബഹളമെല്ലാം കാണിച്ചത്? എന്നിട്ട് എന്തൊക്കെ നാടകങ്ങളായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ? ഈ കരിങ്കൊടി വീശിക്കഴിഞ്ഞാൽ ഉടനെ അത് വധശ്രമമാകുന്നു. വിമാനത്തിൽ വെച്ചിട്ട് പ്രതിഷേധം എന്നിട്ട് ശബ്ദം പോലും പുറത്തു വരാത്ത 2 യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ വധശ്രമമായി മാറുന്നു. ഞാൻ പറഞ്ഞ ഈ രീതിയിലത്തേക്ക് നിങ്ങൾ അധികാരം ദുർവിനിയോഗം ചെയ്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ 35 നോക്കൂ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ ഗവർണറുടെ പ്രോട്ടോകോളുകളാണ് നടത്തപ്പെടുന്നത്. ഗവർണറുടെ ഒരു 4 ചടങ്ങുകളിലെങ്കിലും ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ തുടങ്ങുന്നത് വന്ദേമാതരം, അതിനുശേഷം ജനഗണമന, അതേപോലെ അത് കൺക്ലൂഡ് ചെയ്യുന്നതും വന്ദേമാതരം പിന്നീട് ജനഗണമന എന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ സർക്കുലറിൽ പറയുന്ന നിർദ്ദേശപ്രകാരമാണ്. അത് ചില പൊസിഷനുകളിൽ, ഒഫീഷ്യൽ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാ ചടങ്ങുകളിലും സർക്കാർ അതിനെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ അത് നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അഥവാ അത് നടത്തുമ്പോൾ ആൾക്കാർ പാടിയേ മതിയാകൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അപ്പൊ ഇത് ഗവർണർ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ കൂടി പ്രോട്ടോകോളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിൽ ലോക്ഭവനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനെന്താ ചെയ്യുക? പാടണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എണീറ്റ് നിന്നിരിക്കണം എന്നുള്ളതാണ്. കാരണം ആ പാട്ടിനോട് ഡിസ്റെസ്പെക്ട് കാണിക്കാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ശ്രീ VD സതീശനും ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പാണക്കാട് തങ്ങളടക്കമുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് വേറെ ചോയ്സ് ഇല്ല, അവർക്ക് എണീറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെ ന്യായീകരിക്കാനായിട്ട് പലതരത്തിൽ ആൾക്കാർക്ക് പറയാം, അത് പൂർണ്ണമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ.
അത് വന്ദേ മാതരത്തിന്റെ 150ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇറക്കിയിരിക്കുന്ന, എല്ലായിടത്തും പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ ഇതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമൊന്നും അല്ല ഇപ്പൊ പാടുന്നത്. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് അതിന്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് തന്നെ പാടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട്, അതിനെ എതിർപ്പുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ പോയതാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് തന്നെ അത് പരിഗണിച്ചതാണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നിർബന്ധമായിട്ട് എല്ലാവരും പാടിയിരിക്കണമെന്ന് എങ്ങും പറയുന്നില്ല. അതേപോലെ ഇത് പാടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പീനൽ പ്രൊവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിഴ ചുമത്തുന്ന ഒരു വകുപ്പും അതിലില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒത്തുതീർപ്പാക്കിയത്. പിന്നെ ബാക്കിയെല്ലാം ഈ രാഷ്ട്രീയമാണ്, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറയും. ഇനിയാണെങ്കിലും ഗവർണർ ഉൾപ്പെടുന്ന പല ചടങ്ങുകളും ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതേ രീതി തന്നെ അനുവർത്തിക്കുന്ന സമയത്ത് ഇവർക്ക് ഇനി ഈ എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കിത് പൂർണ്ണമായിട്ട് പാടുന്നില്ലായിരുന്നു, പാടുമെന്ന് അറിയില്ലായിരുന്നു എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ നാട്ടിലെ കൺവെൻഷനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രീ നസീർ പറഞ്ഞിരുന്ന ഒരു കാര്യത്തിനോട് ഈ ചർച്ചയിൽ യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളും തമ്മിൽ യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ജനങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമില്ല. അല്ലാതെ വികസനത്തിന്റെ പേരിൽ ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത് കൊണ്ടല്ല, ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് CPM അതിനെ തടഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് കേവലം ഒരു ചേഞ്ച് വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയാണ്. കാരണം അധികാര ദുർവിനിയോഗത്തിൽ നിന്ന് ഒരു ചേഞ്ച് വേണം എന്നവർ വിചാരിച്ചു. ധൂർത്തിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് അവർ വിചാരിച്ചു. മനുഷ്യരോടും ഐക്യസെറ്റിനോട് വരെ അനാവശ്യമായിട്ട് ദേഷ്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. നവകേരള സദസ്സ് പോലെ ആഭാസ കോമാളിത്തരങ്ങൾ നടക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അനാവശ്യ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പല കാര്യങ്ങളിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ കേവലം നമ്മൾ കുറെ നാളായല്ലോ, 10 വർഷമായല്ലോ ഇവർ ഭരിക്കുന്നത്, എന്നാ പിന്നെ നമുക്കൊരു രസത്തിന് വേണ്ടി ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്ന പരസ്യവാചകം പോലെ ആൾക്കാർ വോട്ട് ചെയ്തതല്ല. അങ്ങനെ തീരുമാനിക്കാനായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെല്ലാം കൂടി സൂം മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചതാണോ ഇത്തവണ നമുക്ക് മറ്റു കാരണങ്ങളൊന്നുമില്ല എങ്കിലും വെറുതെ ചേഞ്ചിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാമെന്ന്? അല്ല. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും ഒരേപോലെ ബാധിക്കുന്ന, അത് സാമുദായിക പരിഗണനകളില്ലാതെ, പ്രാദേശിക പരിഗണനകളില്ലാതെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരൊറ്റ വികാരമുണ്ട്. ആ വികാരമാണ് ആ ചേഞ്ചിന് കാരണം. ചേഞ്ച് പൂർണ്ണമായിട്ടില്ല. ആ ചേഞ്ച് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകാതെ ആരെയാണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ആൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിലേക്ക് കൂടുമാറിയെന്നേ ഉള്ളൂ. അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയന് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ക്യാബിനറ്റ് റാങ്ക് ഇപ്പോഴും കിട്ടുന്നു, അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക വസതി കിട്ടുന്നു, അദ്ദേഹത്തിന് സ്റ്റാഫിനെ കിട്ടുന്നു, വാഹനം കിട്ടുന്നു, അദ്ദേഹത്തിന് നേരത്തെ പോയി ഇറങ്ങുന്നത് പോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോഴും കിട്ടുന്നു. പിന്നെ 40 വണ്ടികളുടെ ഒരു വാഹന വ്യൂഹമോ അതിനോടൊപ്പം തന്നെ ആംബുലൻസോ ഒന്നും കിട്ടത്തില്ലായിരിക്കും. പക്ഷെ മറ്റുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ചില ആൾക്കാർക്ക് ഈ അധികാരത്തിനോടുള്ള ഒരു അമിത ഭ്രമമുണ്ട്. ഇത് ഒന്നും തന്നെ എനിക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല എന്ന്. ഭാവിയും പുരോഗതിയുമാണ് ചിന്തിക്കുന്നത്. ഇത്രയും പ്രായമുള്ള ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു തലമുറ മാറ്റം ഉദ്ദേശിക്കുന്നില്ല? പ്രിവിലേജ് ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷ ശ്രീജി, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാൾ ശ്രീജി, സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ അബദ്ധം പറയരുത്. എന്താ എവിടെയാണ് അബദ്ധമുള്ളത്? എന്താ ഭരണം ഉണ്ടോ സാറേ പ്രതിപക്ഷ നേതാവിന്? 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തി, അല്ല ഞാൻ പറയാം ശ്രീ നസീർ, ഞാൻ പറയുന്നത് കേട്ടിട്ട് താങ്കൾ പറയാം. അനുഭവിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്ത് വന്നിട്ട് പ്രത്യേക ഒരു സുഖ സൗകര്യം നോക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ നസീർ, പിണറായി വിജയന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണോ നോക്കേണ്ടത്? പിണറായി വിജയന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. പാർട്ടി നിലനിന്ന് പോവുക എന്നുള്ള അതിന്റെ തുടർച്ചയാണ്. എങ്കിൽ പാർട്ടിക്ക് ഗുണം എന്താണ്? 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന, ഇത്തവണ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്ന ഒരു നേതാവിനെ വെക്കണോ, അതോ പാർട്ടിക്ക് അലകും പിടിയും പുതുതായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു തലമുറ മാറ്റം വേണോ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. റിജക്ട് ചെയ്തിരിക്കുന്ന അതേ ആശയവും അതേ നേതാവും തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ടല്ല പിന്നോട്ട് തന്നെ നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അത് പറയുന്ന സമയത്ത് അത് എന്തുകൊണ്ട് വിവരക്കേടാകും? അതെങ്ങനെയാണ് ശരിയായിട്ടുള്ള ലോജിക്കലല്ലാത്ത ഒരു തീരുമാനമായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? നമ്മളോട് നിങ്ങൾ ഇടതുപക്ഷത്തിന് CPM ചരമീകരണം എഴുതണ്ട, അത് ഞങ്ങൾ എഴുതിക്കോളാം, പിണറായി വിജയനും MP എഴുതിയിട്ടുണ്ട്, അതാണ് എന്റെ ശരിയായ